വെൽക്കം ടു ഫുഡ് ഇൻഷി. നമുക്ക് കുറച്ച് ബീഫ് കറി വെച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുക്കർ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പട്ട, ബേ ലീഫ്, ഒരു കുറച്ച് ഗരം മസാലേൻ്റെ കൂട്ട്, ഒരു പട്ട, പിന്നെ സവാള, 2 വലിയ സവാള അരിഞ്ഞിട്ടതാണ്. 1 കിലോ ബീഫാണ് വെക്കുന്നത്. അപ്പോൾ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. അരിഞ്ഞിട്ട് അതൊന്ന് മൂത്ത് വരട്ടെ. കണ്ടോ, നന്നായി മൂക്കട്ടെ. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ, 3/4 കപ്പ് തേങ്ങ, 2 ടേബിൾ സ്പൂൺ മല്ലി, ഒരു 5-6 ചുവന്ന മുളക്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബീഫ് അങ്ങനെ വറുത്തരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ സവാള ഒന്ന് മൂത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ താങ്ങി വെച്ചെടുക്കാൻ മൂക്കുക. സവാള മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, തേങ്ങ വറുക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, 1 കിലോ ബീഫാണ്. അപ്പോൾ ഞാൻ ഒരു വലിയ 2 തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഈ തക്കാളിയൊക്കെ ഒന്ന് ഇതിൽ നന്നായി വെന്ത് വരട്ടെ. തേങ്ങ വറുക്കാൻ വെച്ചു. തക്കാളിയൊക്കെ വെന്ത് വന്ന് തേങ്ങ വറന്ന് വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് വെക്കാം. നമുക്ക് വാഷ് ചെയ്ത് വെച്ച ഇറച്ചി ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുക്കാം. നന്നായി വാഷ് ചെയ്യുന്നേ. ഇനി ഇത് നന്നായി ഇളക്കി ചേർക്കാം. നമുക്ക് നന്നായി ചേർത്തെടുക്കാം. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യം പോലെ ഇട്ട് കൊടുക്കണേ. പിന്നെ നമുക്ക് തേങ്ങ വറുത്തതിലേക്ക് കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 3/4 ടേബിൾ സ്പൂണ് മഞ്ഞളിൻ്റെ പൊടി, അതുപോലെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി. ഇനി നമുക്കിത് അരച്ചെടുക്കാം. കുറച്ച് കുരുമുളകിൻ്റെ പൊടി. ഇത് നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം. കുക്കർ ഇറച്ചി വേകുമ്പോഴത്തേക്ക് നമുക്കിത് അരച്ചെടുക്കുകയും ചെയ്യാം. കുക്കർ ഇത് അരച്ചെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിലുണ്ട്. നമുക്ക് ഈ ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ചെറിയ ഉള്ളി ഒന്ന് മുഴുവൻ വെച്ച് രണ്ട് മൂന്ന് പൊടിക്കാത്ത മുളക്, ചെറിയ ഉള്ളി മുരിഞ്ഞ് വരണം. ഇപ്പോൾ ചെറിയ ഉള്ളി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കരിഞ്ഞു പോയത് ഉണ്ട്, അതേപോലെ മുരിഞ്ഞ് വന്നാൽ മതി. നമുക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഒക്കെ വറുത്തതല്ല, പിന്നെ അരപ്പൊന്നും മൂക്കാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റുള്ളൊരു കറി ഇതാ. കണ്ടോ, തേങ്ങ ഒക്കെ വറുത്തരച്ച് ബീഫ് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിനാണൊന്നും പറയും കേട്ടോ.
പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ വെച്ചാൽ മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ വേവാനൊന്നുമില്ല, ബീഫൊക്കെ നല്ല വെന്ത് വന്നാണ്. ഇനി മസാല ഒന്ന് പിടിച്ചാൽ മതി. കുറച്ച് നേരം മൂടി കൊടുക്കുക. നമ്മുടെ കറി തയ്യാറായി വന്നിട്ടുണ്ട്. ഇത് കുറച്ച് കറിയോടെ തന്നെ ഉണ്ടാവുക. നല്ല അങ്ങനെ കുറച്ച് ഇങ്ങനെ ചപ്പാത്തി പൊറോട്ട എല്ലാത്തിൽക്കും ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടോ, ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയാൽ പത്തിരിക്കും ഒക്കെ പറ്റുമേ. നല്ല ടേസ്റ്റുള്ളൊരു കറിയായിരിക്കും ഇത്. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കട്ടെ. ബീഫ് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചേട്ടെ. നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. കണ്ടോ, ഭക്ഷണം ഉണ്ടാക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എനിക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, പണ്ടേ ഇഷ്ടമാണ്. ഞാൻ അധികം ഗൃഹലക്ഷ്മി, വനിത അതിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പഠിക്കും പണ്ടൊക്കെ. ഇപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് യൂട്യൂബ് കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉണ്ടോ, പിന്നെ പണ്ടൊക്കെ റേഡിയോയിൽ ഇങ്ങനെ പറയും ഭക്ഷണം ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളും അതുപോലെ ഭക്ഷണം ഉണ്ടാക്കി നോക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഉണ്ടാക്കി നോക്കുക. എന്നെ വേണമെന്നെങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ടേസ്റ്റ് ഉണ്ടോ എന്താണെന്നൊക്കെ അറിയണ്ടേ. ഓക്കെ, ബൈ.